യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തില് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 6-ാം അധ്യായത്തിലെ പ്രത്യേകമായ ചില ചോദ്യങ്ങൾ, പല ചോദ്യങ്ങൾ. അതില് 6-ാമത്തെ ചോദ്യമാണ് 52 മുതൽ 59 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. അവിടെ യഹൂദജനം, കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ച യഹൂദജനം ചോദിച്ച ഒരു ചോദ്യവും അതിന് കർത്താവ് നൽകുന്ന ഉത്തരവുമാണ് ഈ 9-ാം വാക്യം വരെ, 52 മുതൽ 59 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. നമുക്ക് തൻ്റെ മാംസം തിന്നുവാൻ തരുവാൻ ഇവൻ എങ്ങനെ കഴിയും? അതാണ് ആ ചോദ്യം. 52-ാമത്തെ വാക്യമാണ്. അക്ഷരീകമായി കർത്താവിൻ്റെ മാംസം ഭക്ഷിക്കുന്ന കാര്യമാണ് അവര് സംശയിച്ചത്. ഇത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഈ ഭാഗത്തെ യഹൂദന്മാർ മാത്രമല്ല, ഇന്ന് ജീവിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ, ക്രിസ്ത്യാനികൾ എന്ന് ഞാൻ പറഞ്ഞത് പിൻവലിക്കുകയാണ്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരും പിന്നെ ചില നാമധേയ ക്രൈസ്തവ വിഭാഗങ്ങളും അവരുടെ തിയോളജിയൻസ്, അവരുടെ വേദശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നതും വളരെ വിചിത്രമായ, വളരെ തെറ്റായ ഒരു ഉപദേശം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി. കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും തിരുവത്താഴത്തോട് ചേർത്ത്, തിരുവത്താഴമാണ് അത് സൂചിപ്പിക്കുന്നതെന്നാണ് ആ ദുരുപദേശം. അത് നമ്മൾ ഒരു പരിധി വരെ പഠിക്കാനായിട്ട് ശ്രമിച്ചു. എല്ലാവർക്കും മനസ്സിലാകുമോ മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അഥവാ മനസ്സിലാകുന്നില്ലെങ്കിൽ അത് വീണ്ടും ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. ഈ തിരുവത്താഴവും യേശുക്രിസ്തു ഇവിടെ പറയുന്ന യോഹന്നാൻ 6-ൽ പറയുന്ന തൻ്റെ മാംസവും രക്തവും രണ്ടും രണ്ടാണ്. യേശുക്രിസ്തുവിന്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുമ്പോൾ ഈ 6-ാം അധ്യായത്തിൽ പറയുന്നത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഞാനതൊന്ന് ആവർത്തിച്ചിട്ട് മുന്നോട്ട് പോകാം. യേശുക്രിസ്തുവിന്റെ ശരീരവും അഥവാ മാംസവും യേശുക്രിസ്തുവിന്റെ രക്തവും കുടിച്ചാൽ, ഈ 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന മാംസവും രക്തവും തിന്നുകയും കുടിക്കുകയും ചെയ്താൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. 56-ാം വാക്യം ഉൾപ്പെടെ നോക്കുക. അവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അതെ. പിന്നെ 54-ാം വാക്യം കൂടെ അതിനോട് ചേർത്ത്, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ പറയുന്ന കർത്താവിലൂടെ പറയുന്ന ഈ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുമ്പോൾ 2 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, എന്താ? നിത്യജീവൻ ലഭിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ അതിങ്ങനെ ഒന്നുകൂടെ ലളിതമായിട്ട് ഇവിടുത്തെ ഭാഷയിൽ പറയാം. യേശുക്രിസ്തുവിന്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ഒന്നാമത് ലഭിക്കുന്ന അനുഗ്രഹം നിത്യജീവൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. 2, യേശുക്രിസ്തുവിന്റെ മാംസം തിന്നുകയും യേശുക്രിസ്തുവിന്റെ രക്തം കുടിക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന 2-ാമത്തെ അനുഗ്രഹം, യേശുക്രിസ്തു അവനിലും അവൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അവൻ ക്രിസ്തുവിലും വസിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, തിരുവത്താഴം ഭക്ഷിച്ചാൽ ആ തിരുവത്താഴത്തിലെ അപ്പവും വീഞ്ഞും തിന്നുകയും കുടിക്കുകയും ചെയ്താൽ നിത്യജീവൻ ലഭിക്കുമോ? ഇവിടെയാണ് പ്രശ്നം. നിത്യജീവൻ നൽകുവാൻ ഒരിക്കലും തിരുവത്താഴത്തിന് സാധിക്കുകയില്ല. 2, നിത്യജീവൻ മാത്രമല്ല, ക്രിസ്തുവിൽ വസിക്കുകയും ക്രിസ്തു നമ്മിൽ വസിക്കുകയും ചെയ്യുന്ന അനുഭവം നൽകുവാൻ തിരുവത്താഴത്തിന് ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മാംസവും രക്തവും തിരുവത്താഴമല്ല, അഥവാ കുർബാനയല്ല, 100% കുർബാനയല്ല. ഇനിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കണം. ഇത് പറയുമ്പോൾ ആവർത്തിച്ചേ മതിയാകും. ഇവ രണ്ടും, ഏത് രണ്ടും?
നമ്മൾ ഒന്നിച്ചു കൂടിയിരുന്ന ഒരു ഫിസിക്കൽ ക്ലാസ് ആയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ചോദ്യം ചോദിച്ച് നമ്മുടെ ഷൈജൻ ബ്രദറിനെ കൊണ്ട് ഒക്കെ ഉത്തരം പറയിപ്പിച്ച് നമുക്ക് ക്ലാസ് അങ്ങനെ പോകാൻ. ഇപ്പൊ ഇത് നമ്മുടെ ഈ സൂമിലായതുകൊണ്ട് അൺമ്യൂട്ട് ചെയ്ത് പറയുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ച് എന്നോടൊപ്പം ചിന്തിക്കണം. ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെ? ഒന്ന്, നിത്യജീവൻ ലഭിക്കുക. രണ്ട്, ക്രിസ്തുവിലും ക്രിസ്തു അവരിലും വസിക്കുക. ഇത് രണ്ടും ആവർത്തിക്കപ്പെടുന്നതാണോ അതോ ഒരിക്കൽ ഒന്നിക്കുമായി നടക്കുന്നതാണോ? നിത്യജീവൻ ലഭിക്കുക എന്ന് പറയുന്നത് ചോദ്യത്തിന്റെ എന്താ മലബാർ ഭാഷ പറഞ്ഞ കിസ മനസ്സിലായോ? ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായോ? എന്താ ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ടോ? നിത്യജീവൻ ആവർത്തിക്കപ്പെടുന്നില്ല. നിത്യജീവൻ ലഭിക്കുക എന്ന് പറയുന്നത് ഒരിക്കൽ എന്നേക്കുമായിട്ട് നടക്കുന്നതാണ്. അതുപോലെ തന്നെ ക്രിസ്തു നമ്മിലാകുന്നതും നമ്മൾ ക്രിസ്തുവിലാകുന്നതും ഒരിക്കൽ എന്നേക്കുമായി നടക്കുന്നതാണ്. ഇനി ഇതിനോട് ചേർത്ത് വെച്ചേ തിരുവത്താഴുമോ കുർബാന ഒരിക്കൽ എന്നേക്കുമായി നടക്കുന്ന കാര്യമല്ല. പിന്നെ അത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ്. ഞാൻ ഇങ്ങനെ പറയാം, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ശനിയാഴ്ചയാണ് 1970 ജനുവരി മാസം 17-ാം തീയതി ശനിയാഴ്ചയാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. കർത്തൃമേശ ആചരിച്ചത് ഞായറാഴ്ചയാണ്. മനസ്സിലായോ? കർത്തൃമേശ ആചരിക്കേണ്ടത് എപ്പോഴാ? ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന കാര്യം ഒരിക്കൽ നടന്ന കാര്യമാണ്. ഞാൻ തിരുവത്താഴത്തിൽ പങ്കുകൊള്ളുന്നത് എന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടോ അന്നു മുതൽ മെനഞ്ഞാന്നത്തെ ഞായറാഴ്ച വരെ ഞാൻ തിരുവത്താഴം പങ്കുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് ഞാൻ ഇങ്ങനെ പറയാം, നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കണ്ടല്ലോ, എന്നുവരെ ആ തിരുവത്താഴം? കർത്താവ് വരുവോളം അവന്റെ മരണം. ആ വാക്ക് ശ്രദ്ധിക്കണം. കർത്താവ് വരുവോളം ആവർത്തിക്കപ്പെടുന്നതാണ് തിരുവത്താഴം. അപ്പോൾ ഒരിക്കൽ എന്നേക്കുമായി നടക്കുന്ന രക്ഷയും ആവർത്തിക്കപ്പെടുന്ന തിരുവത്താഴവും രണ്ടും കൂടെ ചേർത്ത് ഒരിക്കലും ഈ അധ്യായത്തിൽ പറയുന്ന മാംസത്തെയും രക്തത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല. അത് ദൈവവചനത്തിന് ഘടകവിരുദ്ധമായ ഉപദേശമാണ്. ഇനി 55-ാം വാക്യം ഒന്ന് നോക്കാം. ഇവിടെ കർത്താവ് പറയുന്നു, എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. നോക്കണം, എ ട്രൂ മീൽ ആൻഡ് ട്രൂ ഡ്രിങ്ക് എന്നാണ് ഇംഗ്ലീഷ്. ആ ട്രൂ എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താ? 15-ാം അധ്യായം, യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്താ? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാക്ഷാൽ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ ട്രൂ വൈൻ എന്നാണ്. 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഞാൻ സത്യമായ മുന്തിരിവള്ളിയാണ്. നോക്കണം, ഇവിടെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ മാംസം വാസ്തവത്തിൽ എന്താ? ജീവനാണ്. യേശുക്രിസ്തുവിന്റെ രക്തം സാക്ഷാൽ ശരിയായ പാനീയമാണ്, സത്യമായ പാനീയമാണ്. ഇത് യേശുക്രിസ്തു മുഖാന്തരം നമ്മൾക്ക് ലഭിക്കുന്ന നിത്യജീവൻ, ഒരിക്കൽ എന്നേക്കുമായി ലഭിക്കുന്ന നിത്യജീവനാണ്. നമ്മൾ തുടർന്ന് അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ 60 മുതൽ 67 വരെയുള്ള വാക്യങ്ങൾ നമ്മളിപ്പോ ദൈവം അനുവദിക്കുന്നെങ്കിൽ ചിന്തിക്കാൻ പോവുകയാണ്. അവിടെ കർത്താവ് ഈ മാംസവും ഈ രക്തവും എന്നുള്ളത് സാക്ഷാൽ മാംസം, സാക്ഷാൽ രക്തം, സത്യമായ മാംസം,
സത്യമായ രക്തം, സത്യമായ ആഹാരം, സത്യമായ പാനീയം. ഇത് കർത്താവ് കൂടുതൽ കൃത്യമായിട്ട് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് ഈ 57-ാം വാക്യത്തിൽ കർത്താവ് അത് ക്ലിയർ ആക്കുന്നുണ്ട്, വളരെ വ്യക്തമാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഭക്ഷിക്കുന്ന ഒരാൾ കർത്താവ് മുഖാന്തരം ജീവിക്കുന്നു. 57-ാം വാക്യം നോക്കിയേ, ഞാൻ ജീവിക്കുന്നത് എൻ്റെ പിതാവിൻ മൂലം ഞാൻ ജീവിക്കുന്നു. കണ്ടോ? ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്ന പോലെ, സ്തോത്രം, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വരും. അപ്പൊ കാര്യം ക്ലിയർ ആകും. ഇവിടെ യാതൊരു വിധ സംശയം എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ന് പറഞ്ഞ് ക്ഷമിക്കണം, നമ്മൾ ഉപദേശിമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ പരസ്യത്തിനൊക്കെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് പോലെ അർത്ഥശങ്കക്കിടയില്ലാതെ, അല്ലേ? സാധാരണ എല്ലാ ഉപദേശിമാരും പറയുന്ന ഒരു പ്രയോഗമാണ്. അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ ഇവിടെ കർത്താവ് വ്യക്തമാക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിന്, നോക്കണം ആ വാക്യം, 57-ാം വാക്യം, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ ജീവിക്കുന്നു. എങ്ങനെ? പിതാവിൻ മൂലം. ആ ജീവൻ മൂലം ഞാൻ ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ ആ ജീവൻ മൂലം ജീവിക്കും. ക്രിസ്തുവിന്റെ ജീവന്റെ ട്രാൻസ്ഫറാണ് അവിടെ നടക്കുന്നത്. ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾക്ക് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇത് കുറെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മൾക്ക് കൂടുതൽ വ്യക്തമാകുന്ന ഒരു വലിയ സത്യമാണ്. 58-ാം വാക്യത്തിൽ ഇതിന്റെ കൺക്ലൂഷൻ കർത്താവ് പറയുകയാണ്, യേശുക്രിസ്തുവിനെ പോലെ ലോകത്തിൽ ഒരു പ്രസംഗകനും ഒരു പ്രഭാഷകനും ഒരു ടീച്ചറും ഒരു അധ്യാപകനുമില്ല. നമ്മളൊക്കെ വേദാധ്യാപകരാണ്, നമ്മളൊക്കെ പഠിപ്പിക്കുന്നവരാണ്, നമ്മൾ പ്രസംഗിക്കുന്നവരാണ്. നമ്മൾ കർത്താവിനെ കണ്ട് പ്രസംഗവും പഠിക്കണം. കർത്താവിനെ കണ്ട്, അഥവാ കർത്താവ് എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ ആ ശൈലി, അതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ആ ശൈലി കർത്താവ് അത് കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. യേശുക്രിസ്തു 58-ാമത്തെ വാക്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇത് ആകുന്നു, പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഇതുവരെ ഈ 57 വരെയുള്ള വചനങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് ഈ 58-ാം വാക്യത്തിൽ 3 സത്യത്തിൽ ഒതുക്കി വെക്കുക. 3 കാര്യങ്ങൾ ഒതുക്കുക. 1, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം. ഞാൻ നിങ്ങളോട് ഇത്രയും നേരം പറഞ്ഞത്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ തിന്ന മന്നയെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ആ മന്നായുടെ കാര്യമല്ല, പിന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം. 32, 33, 38, 50, 51 ഇത്രയും വചനങ്ങൾ, 5 വചനങ്ങളിൽ ഈ പ്രയോഗം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഈ 57 വരെയുള്ള വാക്യം. 2, കർത്താവ് പറയുന്ന രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പിതാക്കന്മാരും സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുത്ത അപ്പം തിന്നു. അത് സ്വർഗത്തിൽ നിന്ന് കൊടുത്താണോ? മന്ന സ്വർഗത്തിൽ നിന്ന് കൊടുത്തതാണോ? ചോദ്യത്തിന്റെ ഉത്തരം സംശയമില്ല, സ്വർഗത്തിൽ നിന്ന് കൊടുത്തതാ. പക്ഷേ ആ അപ്പത്തിന് ഒരു വിഷയം ഉണ്ടായിരുന്നു. എന്താ? അത് തിന്നവരെല്ലാം മരിച്ചുപോയി. ആ അപ്പം തിന്നവർ മരിച്ചുപോയി. രണ്ടാമത് ഈ പ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ വിഷയം അതാണ്, നിങ്ങളുടെ പിതാക്കന്മാർ തിന്ന മന്നയല്ല, നിങ്ങൾ തിന്നേണ്ടത് നിത്യജീവന് നിങ്ങൾക്ക് വേണ്ടത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. അത് 32, 49 വാക്യങ്ങളിലുണ്ട്. പിതാക്കന്മാർ മന്ന തിന്നു
മരിച്ചു എന്നുള്ള കാര്യം. മൂന്നാമത് കർത്താവ് പറയാം, ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് എന്താണെന്നറിയാമോ? നോക്കുക, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. മൂന്നാമത്തെ സത്യം ഇതാ. എന്താ ഈ അപ്പം? ഏത്? ഈ മന്ദിരം പൊളിപ്പീൻ പണ്ട് പറഞ്ഞില്ലേ? ഈ അപ്പം ഏതാ? യേശുക്രിസ്തു എന്ന് ഞാൻ എന്ന് പറയുന്ന, അഥവാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായ എന്നെ തിന്നുന്നവൻ എന്നൂരം ജീവിക്കാതെ രണ്ടാമത്തെ അനുഭവമാ. ആദ്യത്തെ അനുഭവം എന്നേക്കും ജീവിക്കും എന്നുള്ളതാണ്. മനസ്സിലായോ? രണ്ടനുഭവം ഉണ്ട്. ഒന്ന്, എന്നേക്കും ജീവിക്കും, നിത്യജീവനുണ്ട്. രണ്ട്, ഓരോ ദിവസവും ആ യേശു ക്രിസ്തുവിനെ കൊണ്ട് നമ്മൾ ജീവിക്കും, എൻ മൂലം ജീവിക്കും. 35-ാം വാക്യം, 40-ാം വാക്യം, 50-ാം വാക്യം, 51-ാം വാക്യം, 53 മുതൽ 57 വരെയുള്ള വചനങ്ങൾ. ഇത്രയും വചനങ്ങൾ വ്യക്തമാക്കുന്നത് എന്താണ്? യേശുക്രിസ്തു എന്ന ജീവന്റെ അപ്പം, അല്ലെങ്കിൽ ജീവനുള്ള അപ്പം, ആ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഒന്ന്. രണ്ട്, എൻ മൂലം ജീവിക്കും, യേശുക്രിസ്തു മുഖാന്തരം ജീവിക്കും. ഇനി നമുക്ക് 59-ാം വാക്യത്തിലേക്ക് ഒന്ന് നോക്കാം. അവിടെ കർത്താവിന്റെ പ്രസംഗത്തെ കുറിച്ചല്ല പറയുന്നത്. 59-ാം വാക്യത്തിൽ അവൻ കവർന്നഹൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു. കണ്ടോ? അപ്പോൾ കർത്താവിന്റെ പ്രസംഗമല്ല ഇപ്പോ ഈ പറയുന്നത്. പിന്നെ കർത്താവ് പ്രസംഗിച്ചത് എവിടെ വെച്ചാണെന്ന് പറയുകയാണ്. എവിടെ വെച്ചാൽ? ഇത് യോഹന്നാന്റെ വാക്കുകളാണ്. യോഹന്നാൻ പറയുകയാണ് എവിടെ വെച്ചാണ് ഇത് പറഞ്ഞത്. നമ്മൾ ഇത്രയും നേരം യേശു കർത്താവിന്റെ പ്രസംഗത്തെ കുറിച്ചാണ് കണ്ടത്. പ്രസംഗത്തെ കുറിച്ചല്ല, പ്രസംഗമാണ് കണ്ടത്. പക്ഷെ അത് എവിടെ വെച്ചായിരുന്നു? അത് നമ്മൾ വിട്ടുപോയി. ഇതിങ്ങനെ പഠിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മളത് വിട്ടുപോയി. യോഹന്നാൻ അത് ഓർപ്പിക്കുക. ഇത് എവിടെ വെച്ചാണ് കർത്താവ് പറഞ്ഞത്? നോക്കണം, 24-ാം വാക്യം, 24-ാമത്തെ വചനത്തിൽ. യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരുമില്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടവ് കയറി യേശുവിനെ തിരഞ്ഞ് കവർന്നഹൂമിലെത്തി. അമ്പോണ്ടോ? കണ്ടോ? എവിടെ എത്തി? കപ്പർന്നഹൂമിലെത്തി. അത്ഭുതം ചെയ്ത യേശുവിനെ അവർ നോക്കിയപ്പോ കണ്ടില്ല. ശിഷ്യന്മാരെ ആദ്യം പടകിൽ കയറ്റി വിട്ടു. പിന്നീട് കർത്താവ് എപ്പോഴാ മിന്നൽ വേഗത്തിൽ അവിടെ ചെന്നു? നമ്മളെ ചിന്തിച്ച കർത്താവ് അവിടെ ചെന്നു, കപ്പർന്നഹൂമിൽ ചെന്നു. കപ്പർന്നഹൂമിൽ എവിടെ വെച്ചാണ് കർത്താവ് ഇത് പറഞ്ഞതെന്നാണ് ഇവിടെ 59-ാം വചനത്തിൽ പറയുന്നത്. കപ്പർന്നഹൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച്. പള്ളി എന്ന് പറഞ്ഞാൽ ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞു പോകുന്നത്. പള്ളി എന്ന് പറഞ്ഞാൽ സിനഗോഗിൽ വെച്ച്. അപ്പോൾ കർത്താവ് കപ്പർന്നഹൂം എവിടാ സ്ഥലം? ഭൂമിശാസ്ത്രം വെച്ച് കപ്പർന്നഹൂം ഗലീലയില. കർത്താവ് ജനിച്ച നസ്രേത്ത് ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് കപ്പർന്നഹൂം. ഈ കപ്പർന്നഹൂമിലെ പള്ളി ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലെ പ്രസംഗമൊക്കെ ആ സ്ഥലത്തോട് ചേർന്നുള്ളതാണ്. അവിടെയും ഒരു പള്ളിയിലെ പ്രസംഗമാണ്, അഥവാ സിനഗോഗിലെ പ്രസംഗമാണ് കർത്താവ് അവിടെ ചെയ്തത്. പ്രധാനമായും ഈ സിനോപ്റ്റിക് ഗോസ്പൽസ്, ഇത് എല്ലാവർക്കും മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം നമ്മൾ കുറെ നാളായല്ലോ ഈ ബൈബിൾ ക്ലാസ് തുടങ്ങിയിട്ട്, അതുകൊണ്ട് മിക്കവാറും എല്ലാവർക്കും മനസ്സിലാകും. സമവീക്ഷണ സുവിശേഷങ്ങൾ ഏതൊക്കെയാ? സിനോപ്റ്റിക് ഗോസ്പൽസ്. പാസ്റ്ററിന്റെ എല്ലാ ഉത്തരം പറയുന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, മത്തായി, മർക്കോസ്, ലൂക്കോസ്. സിനോപ്റ്റിക് ഗോസ്പൽസിൽ മുഴുവനും നിങ്ങൾ ശ്രദ്ധിച്ചാൽ യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങൾ നടന്നിട്ടുള്ളത് എല്ലാം, മിക്കവാറും, എന്നാൽ എല്ലാം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 99%
സിനഗോഗുകളിൽ ആണ് കർത്താവിൻ്റെ പ്രസംഗങ്ങളൊക്കെ നടന്നത്. അല്ല, വെളിമ്പ്രദേശത്തൊക്കെ നടന്നിട്ടുണ്ട്, എന്നാൽ പ്രധാനമായും സിനഗോഗുകളിലാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വ്യത്യാസമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ രണ്ട് സ്ഥലത്ത് മാത്രമേ ഈ പള്ളികളിൽ പ്രസംഗിച്ച കാര്യം പറയുന്നു. 2 സ്ഥലത്ത് മാത്രം. ഒന്നിവിടെ 6:59 2:18-20 അത് നമുക്ക് വായിക്കാം കേട്ടോ. 18:20 അവിടെ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമേ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പള്ളിയിൽ പ്രസംഗിച്ച കാര്യം, പ്രസംഗിച്ചെന്നല്ല, ഉപദേശിച്ച കാര്യം. ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നാണ്, പ്രസംഗമല്ല. പിന്നെ ഇപ്പം നമ്മൾ കണ്ടതും ഇന്ന് ഈ പ്രസംഗത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു, ഉപദേശിക്കുകയായിരുന്നു. അപ്പോ 2 സ്ഥലത്തേ ഉള്ളൂ യോഹന്നാന്റെ സുവിശേഷത്തിൽ സിനഗോഗിൽ കർത്താവ് പഠിപ്പിച്ചു, ഉപദേശിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏറിയ പങ്കും കർത്താവ് പ്രസംഗിച്ചത് ദൈവാലയത്തോട് ബന്ധപ്പെട്ടാണ് കേട്ടോ. ഞാൻ ഇനി പറയുന്നത് ബൈബിൾ ക്ലാസ്സിൽ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ വേറൊരിടത്ത് നിന്ന് ക്ലാസ് എടുക്കുമ്പോഴും ഈ സന്ദർഭങ്ങൾ മനസ്സിലാക്കാതെ ചുമ്മാ എന്താ ഈ വെടി പിന്നെ ഇതിൻ്റെ മാലപ്പടക്കത്തിന് തീ കൊടുക്കുന്നു, പടപടപടമാണെന്ന് പൊട്ടിച്ചിട്ട് പോരുകയല്ല. ആ സന്ദർഭങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ ക്ലാസ് എടുക്കാനും നമ്മൾ പ്രസംഗിക്കാൻ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ ഈ സിനോപ്റ്റിക് ഗോസ്പൽസും യോഹന്നാന്റെ സുവിശേഷവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം പറയാം. സിനോപ്റ്റിക് ഗോസ്പൽസിൽ അഥവാ സമവീക്ഷണ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ഗലീലയിലെ ശുശ്രൂഷയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. എവിടുത്തെ? ഗലീലയിലെ ശുശ്രൂഷയ്ക്കാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ കേട്ടോ, 1-ാം അധ്യായം മുതൽ യേശുക്രിസ്തുവിന്റെ യെരൂശലേമിലെ ശുശ്രൂഷയാണ് വിഷയം. അഥവാ യെരൂശലേം എന്നുള്ള വാക്കിന് പകരം യഹൂദ്യയുടെ തലസ്ഥാനമാണ് ഇത്, യെരൂശലേം. അപ്പോൾ യഹൂദ്യയിലെ യെരൂശലേമിലാണ് എന്ത് നിൽക്കുന്നത്? അവിടെ പള്ളിയല്ല, അവിടെയും പള്ളികൾ ഉണ്ട്. പിന്നെ അവിടെ പള്ളിയല്ല, യഹൂദന്റെ അഭിമാന സ്തംഭമായ ദൈവാലയമാണ്. യഹൂദന്മാർക്ക് ലോകത്തിൽ ഏത് കാലഘട്ടത്തിലും ഒരേ ഒരു ദൈവാലയമേ പാടുള്ളൂ. ആ ദൈവാലയം യെരൂശലേമിലായിരിക്കണം എന്ന് നിർബന്ധവുമാണ്. അതാണ് ശമരിയക്കാര് പറഞ്ഞത്, ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു, നിങ്ങൾ യെരൂശലേമിൽ ആരാധിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. എന്നാൽ ഇന്ന് ഓർക്കണേ, നമ്മള് ഇപ്പോഴത്തെ സന്ദർഭങ്ങളൊന്നും ഓർക്കണേ, ഇപ്പോൾ യഹൂദന്മാർക്ക് എന്തില്ല? ദൈവാലയമില്ല. അവർ ലോകത്തിന്റെ എന്ന് പറഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ള, ഇന്ത്യയിലെ കേരളം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ യഹൂദന്മാർ ചിതറിപ്പോയി. പക്ഷെ അവിടെ എല്ലാം അവര് സ്ഥാപിച്ചത് എന്താ? ഈ പറയുന്ന പള്ളികളാ സ്ഥാപിച്ചത്, സിനഗോഗുകൾ സ്ഥാപിച്ചത്. ലോകത്തിൽ ഒരിടത്തും അവരെന്ത് ചെയ്തില്ല? ദൈവാലയം സ്ഥാപിച്ചില്ല. കാരണം ദൈവാലയം സ്ഥാപിക്കപ്പെടേണ്ടത് യെരൂശലേമിലാണ് കേട്ടോ. ഇത് ഇനി നിവൃത്തിയാകാൻ പോകുന്ന ഒരു പ്രവചന ഭാഗം കൂടെയാണ്. യഹൂദന് ദൈവാലയം ഉണ്ടാകും. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം, വെളിപാട് പുസ്തകം, യെഹെസ്കേൽ പ്രവചനം, ഇതെല്ലാം വായിച്ചു നോക്കുക. യഹൂദന് ദൈവാലയം ഉണ്ടാകും. സക്കറിയ പ്രവചനം, യെശയ്യാ പ്രവചനം 2-ാം അധ്യായം, ലോകജാതികൾ യെരൂശലേമിലേക്ക് ദൈവത്തെ, യഹോവയെ ആരാധിക്കാൻ ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഞാൻ സാന്ദർഭികമായിട്ട് ഇതിവിടെ പറയേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. എന്നാൽ യേശുക്രിസ്തു ഈ 2 സ്ഥലങ്ങൾ
പ്രധാനമായിട്ടും തിരഞ്ഞെടുത്തു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ നിൽക്കുന്നിടത്തേക്ക് ജനം വരട്ടെ എന്നുള്ള സുവിശേഷ പ്രവർത്തനവും വചനപ്രഭാഷണവും തെറ്റാണ്. യേശുക്രിസ്തു എന്തിനാ ഈ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തത്? ഞാൻ ഇന്ന് ചിന്തിച്ച് ദൈവത്തെ വളരെ മഹത്വപ്പെടുത്തി. ജനം എവിടെ കൂടുന്നു അവിടോട്ടാണ് നമ്മൾ ചെല്ലേണ്ടത്. കേട്ടോ, നമ്മുടെ പുറകെ ജനം വരണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ യേശുക്രിസ്തു ആയിരിക്കണം. യേശുവിന്റെ പുറകെ ജനം ചെന്നിട്ടുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ സംഭവം അത് തന്നെയാണ്. യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് ജനം ചെല്ലുക. എന്നാൽ നമ്മൾ സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്മാർ, സുവിശേഷ പ്രവർത്തനത്തിൽ താല്പര്യമുള്ളവരോട് ഞാൻ പറയട്ടെ, ജനം കൂടുന്നിടമായിരിക്കണം നമ്മുടെ പ്രവർത്തനത്തിന്റെ മേഖല. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് കർത്താവ് പള്ളിയിലാണ്. ഏതാ? കപ്പർന്നഹൂമിലെ, ഇത് യെരൂശലേമിലല്ല, കപ്പർന്നഹൂമിലെ പള്ളിയിലാണ് കർത്താവ് പ്രസംഗിച്ചത്. എന്നാൽ ശ്രദ്ധിക്കണം, ഈ രണ്ട് സ്ഥലത്തും കർത്താവ് പ്രസംഗിക്കുമ്പോൾ ജനത്തിന്റെ പ്രതികരണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേൾക്കുക, പള്ളിയിലാണെങ്കിലും എന്ന് പറഞ്ഞാൽ സിനഗോഗിലാണെങ്കിലും ദൈവാലയ പരിസരത്താണെങ്കിലും കൂടുന്ന ആരാ? യഹൂദന്മാരാ. ന്യായപ്രമാണം അറിയുന്ന യഹൂദന്മാരാ കൂടുന്നത്. കർത്താവ് അവരോട് പ്രസംഗിച്ചത് അവരുടെ ന്യായപ്രമാണം വെച്ചാ പ്രസംഗിച്ചത്. ഞാനിപ്പം ഇതിപ്പോ വേറെ ഹോമിലറ്റിക്സിന്റെ ക്ലാസ്സായിട്ട് മാറുമെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. പ്രസംഗശാസ്ത്രത്തിന്റെ ക്ലാസ്സായിട്ട് മാറുമെന്ന് സംശയമുണ്ട്. നമ്മൾ ഇവിടെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ചെന്ന് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകവും പുറപ്പാട് പുസ്തകവും പിന്നെ യെശയ്യാ പ്രവചനവും അതും ഇതൊക്കെ എടുത്ത് പ്രസംഗിച്ചാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. കേട്ടോ, അപ്പോൾ ജനത്തെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയട്ടെ, പൗലോസിന്റെ തെസലോനിക്കയിലെ പ്രസംഗം ആയിരുന്നില്ല അരയോപകുന്നിലെ പ്രസംഗം. തെസലോനിക്കയിൽ പ്രസംഗിച്ച ന്യായപ്രമാണം വെച്ചാ, പക്ഷെ അരയോപകുന്നിൽ പ്രസംഗിച്ച എന്ത് വെച്ചാ അവരുടെ കവിവരന്മാരും അവരുടെ എഴുത്തുകാരും ഒക്കെ പറഞ്ഞ കാര്യം വെച്ചാണ് പ്രസംഗിച്ചത്. കേൾക്കണേ സഹോദരന്മാര്, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓഡിയൻസിനെ മനസ്സിലാക്കാതെ ചുമ്മാ പ്രസംഗിക്കരുത്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും, ഞാൻ അടിമാലിയിൽ വന്നെടുക്കുന്ന ക്ലാസ് ആയിരിക്കുകയില്ല, ഷൈജൻ ബ്രദർ പൊറുക്കണം കേട്ടോ, അവിടെ വന്ന് ഞാൻ എടുക്കുന്ന ക്ലാസ് ആയിരിക്കുകയില്ല ബ്രദറുകാരുടെ ഒരു കോട്ടയത്ത് നിങ്ങൾ കേട്ട് കാണുമല്ലോ, കോട്ടയത്തെ ബ്രദറുകാർക്ക് എടുക്കുന്ന ക്ലാസ്. അത് ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നവര് ആരാണ്? എൻ്റെ പിതാവ് പറയുമായിരുന്നു, തെങ്ങിനും കവുങ്ങിനും ഒരേ സ്ലൈപ്പ് ഇടരുതെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്ന. സ്ലൈപ്പ് എന്ന് പറഞ്ഞ് മനസ്സിലായില്ലല്ലേ? ഞാൻ ഇനി അത് വ്യാഖ്യാനിക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പൊ ആളുകളെ കണ്ട് അറിഞ്ഞു വേണം, ഓഡിയൻസിനെ കണ്ടു വേണം നമ്മൾ ശുശ്രൂഷിക്കാൻ. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ശ്രദ്ധിക്കുക, പലസ്തീന്റെ അതിരുകളിലാണ് സന്ദർശിച്ചത്. അതിൽ കർത്താവ് ആ അതിരുകൾ വിട്ടുപോയി എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ഭാഗമാണ് ഈ ശമരിയ എന്ന് പറയുന്നത്. കർത്താവ് ആകെ കൂടെ അതിൽ നിന്ന് പുറത്തു പോയ സ്ഥലങ്ങളിൽ ഒന്ന് ഏതാ? ശമരിയാണ്. ശമരിയിലാണ് കർത്താവ് പോയത്. അതിന് പുറത്തോട്ട് പോയില്ല കർത്താവ് അധികം. കർത്താവ് അതെന്താ കർത്താവ് പോകാഞ്ഞെന്നൊരു ചോദ്യമില്ലേ? എല്ലാവരും സുവിശേഷം കേൾക്കണ്ടേ? എല്ലാവരും ഇതൊക്കെ അറിയണ്ടേ എന്നൊരു ചോദ്യമില്ലേ ഡോക്ടറെ? അങ്ങനെ ഒരു ന്യായമായ ചോദ്യം. എന്താ പിന്നെ കർത്താവ് അവരുടെ ഇടയിലേക്ക് പോകാഞ്ഞ്? ഉത്തരം യേശു കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ ഇസ്രായേലിനെ കാണാതെ പോയ ആടിന്റെ അടുക്കലേക്ക് അയച്ചത്. അവര് തള്ളിക്കളഞ്ഞെങ്കിലേ എനിക്ക് മറ്റുള്ളവരിലേക്ക് തിരിയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇതൊക്കെ പ്രമാണം വെച്ച കർത്താവ് ചെയ്തിട്ടുള്ളത്. കർത്താവിന്റെ പ്രവർത്തനം ചുമ്മാ അങ്ങ് പ്രവർത്തനമായിരുന്നില്ല.
ഇന്ന് പലരും ചെയ്യുന്ന പ്രവർത്തന ശൈലിയായിരുന്നില്ല കർത്താവിൻ്റെ. പ്രമാണം വിട്ട് കർത്താവ് പ്രവർത്തിച്ചിട്ടേ ഇല്ല. ഇനി നമുക്ക് കർത്താവ് ഈ 2 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും തെരഞ്ഞെടുത്തത്. ഏത്? ഒന്ന് സിനഗോഗ്, 2 ദൈവാലയം. ഈ 2 സ്ഥലത്തും കർത്താവ് പ്രസംഗിച്ചപ്പോൾ ന്യായപ്രമാണം വെച്ചാണ് പ്രസംഗിച്ചത്. ഞാൻ ഒരു 2 ഉദാഹരണങ്ങൾ ഇതിന് ഞാൻ വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. നമ്മൾ അല്പം മുമ്പ് ഞാൻ ടച്ച് ചെയ്തു സ്പർശിച്ചു പോയ ഒരു ഭാഗമാണ്. അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലയിടെ തള്ളിയിടുവാൻ ഭാവിച്ചു. കണ്ടോ പ്രതികരണം കണ്ടോ? 29 അല്ലേ? 28 പറയുന്നു, പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. കണ്ടോ, പള്ളി സിനഗോഗിലെ പ്രസംഗം പൂർത്തീകരിക്കപ്പെടുകയാണ്, അത് ഉപസംഹരിക്കുക. ആദ്യം അവരെല്ലാവരും അവന്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം അവനെ പുകഴ്ത്തി എന്നും പറഞ്ഞാ തുടങ്ങുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന് നമ്മൾ ഓർക്കണം കേട്ടോ സഹോദരന്മാരെ, ഓർക്കണേ, സത്യത്തിന്റെ മാർമിക സ്ഥലങ്ങളിൽ സ്പർശിക്കുമ്പോൾ ജനം എതിരാവും. ആദ്യം അപ്രീഷിയേറ്റ് ചെയ്തവരാ. പള്ളിയിലിരുന്ന എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ പറഞ്ഞു. ആദ്യം പറയുന്നുണ്ട്, പിന്നെ അവന്റെ ലാവണ്യ, ദ ഗ്രേസ് വേർഡ്സ് എന്ന യേശുക്രിസ്തുവിന്റെ കൃപയുടെ വചനങ്ങൾ, ലാവണ്യവാക്യങ്ങൾ, ദ വേർഡ്സ് ഓഫ് ഗ്രേസ് എന്ന കൃപയുടെ വചനം. കൃപ വിട്ടിട്ട് സത്യത്തിലോട്ട് കയറിയപ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായ നമ്മുടെ ഇടയിൽ പാർത്തു. സത്യത്തിലോട്ട് കയറിയപ്പോൾ കണ്ടോ, മാസ്റ്റർ പറഞ്ഞ പോലെ 28-ാം വാക്യം കേട്ടിട്ട് ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലയിടെ തള്ളിയിടുവാൻ ഭാവിച്ചു. യേശുക്രിസ്തുവിനോട് ഇതാ ചെയ്തത് കണ്ടോ. അപ്പോൾ പള്ളിയിലുള്ളവർ എവിടെ നിങ്ങൾ യേശുവിന്റെ പഠിപ്പിക്കൽ ഉപദേശം നോക്കി അപ്പിട്ട് എല്ലാം ഈ 2 വിധ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ വിശ്വസിച്ചിട്ടുണ്ട്. ഇവിടെ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇനി 60 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന അതാ. കപ്പർന്നഹൂമിലെ പള്ളിയിൽ കർത്താവ് തന്റെ അവതാരവും അവതാരത്തിന്റെ ഉദ്ദേശ്യവും വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞപ്പോൾ, ആദ്യം അപ്പം തിന്നു കഴിഞ്ഞപ്പോ എന്തൊരു അപ്ലോസ് അടിയായിരുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ ഒഴിവിച്ചില്ലേ, എന്തൊരു സന്തോഷമായിരുന്നു. ആ കർത്താവിനെ തേടിയോ പോവാ, യേശുവിനെ വേണം. ഗുരു, നീ എപ്പോഴും ഇവിടെ വന്നേ, ഞങ്ങൾക്ക് നിന്റെ വേണം. കപ്പർന്നഹൂമിൽ ചെന്ന് ഇപ്പോ സംഗതി ആധ്യാത്മിക സത്യത്തിന്റെ മാർമിക ഭാഗങ്ങളെ കർത്താവ് തൊട്ടപ്പോൾ ജനം കർത്താവിനെതിരാകുകയാണ്. കർത്താവിന് മാത്രമല്ല, അതെക്കാലത്തും എവിടെയും സംഭവിക്കുന്ന ഒരു വലിയ സത്യമാണ്. ഇവർ കർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ 30-ാം വാക്യത്തിൽ അവനോ അവരുടെ നടുവിലൂടെ കടന്നുപോയി. എനിക്ക് ഈ വാക്യം വായിക്കുമ്പോൾ സത്യം പറയാണ്, ആ വചനം വായിക്കുമ്പോൾ എൻ്റെ രോമാഞ്ചു കൊള്ളുന്നുണ്ട്. എന്താ കാര്യം? അങ്ങനെ മരിക്കേണ്ടവനല്ല യേശു. യേശു അങ്ങനെ മരിച്ചാൽ താൻ ഈ ലോകത്തിൽ വന്നതിന്റെ ഉദ്ദേശം സാധീനമാകാതെ പോകും. ഞാനിവിടെ ഒരു സത്യം കൂടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകട്ടെ. യേശുക്രിസ്തു ഏൽപ്പിച്ചു കൊടുക്കാതെ ഒരുത്തനും കർത്താവിന്റെ ശരീരത്തിൽ തൊടുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ എനിക്ക് വേണ്ടി, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ, എനിക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടി തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവിന്റെ മഹാസ്നേഹം, അവരുടെ നടുവിൽ കൂടെ കർത്താവ് കടന്നുപോയി. അവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരുടെ നടുവിൽ കൂടെ കർത്താവ്
രക്ഷപ്പെട്ടു. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം. രണ്ടാമത്തെ ഭാഗം ഇതാണ്: സത്യത്തോടുള്ള അവരുടെ പ്രതികരണം. ദൈവാലയത്തിൽ കർത്താവ് ഉപദേശിച്ചു. ഈ രണ്ട് കാര്യവും കർത്താവ് ചേർത്ത് പറയുന്ന ഒരു രംഗമാണ് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം കേട്ടോ. നമ്മൾ ഈ പഠിക്കുന്ന വിധത്തിൽ ഒരിടത്തും ആരും ഈ സുവിശേഷത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കരുതാണ്. എന്താ ബസ് പറഞ്ഞേ? അഹങ്കാരമല്ല, ഒരു സത്യം ഞാനങ്ങ് പറയാം. ഇത് ഈ വിധത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരുണ്ടാവാം. പക്ഷേ പഠനങ്ങൾ ആ വിധത്തിൽ നിർവഹിക്കപ്പെടുന്നുണ്ടോ എനിക്ക് സംശയമാണ്. 18-ാം അധ്യായത്തിലേക്ക് വരിക. 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. കർത്താവ് അത് എവിടെയാ രംഗമൊക്കെ നിങ്ങൾ ഓർക്കണം. അതിനെ യേശു, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദൈവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു. അടുത്ത വാചകം: രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല. നീ എന്നോട് ചോദിക്കുന്നത് എന്ത്? ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്കുക. ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു. ഈ രംഗം നമുക്കറിയാവില്ല അല്ലേ? ഏതാ രംഗം? മഹാപുരോഹിതൻ യേശുക്രിസ്തുവിനെ ക്രോസ് വിസ്താരം നടത്തുന്ന രംഗമായത്. കർത്താവിനോട് മഹാപുരോഹിതൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കർത്താവ് പറയുന്ന മറുപടി. നമുക്ക് അതിന്റെ തൊട്ടു മുകളിലുള്ള ഭാഗങ്ങളൊക്കെ അങ്ങ് വിടാം. 19-ാം വാക്യം: മഹാപുരോഹിതൻ യേശുവിനോട് അവന്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു. സിനോപ്റ്റിക് ഗോസ്പൽസിൽ അതിന്റെ വിശദീകരണമുണ്ട്. കർത്താവിനെ കെട്ടപ്പെട്ടവനായി പിടിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരെ കുറിച്ചും കർത്താവിന്റെ ഉപദേശത്തെക്കുറിച്ചും മഹാപുരോഹിതൻ ഡയറക്റ്റ് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ പഠനത്തോട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ. നോക്കി അവിടെ കർത്താവ് പറയുന്നത്. നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവിനെ വിസ്തരിച്ച സമയത്ത് പറയേണ്ട മറുപടികളെല്ലാം, എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല. എന്നാൽ ഉത്തരം അർഹിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി പറഞ്ഞു. കർത്താവിനെ യേശുക്രിസ്തുവിനെ ഏതെങ്കിലും വിധത്തിൽ കുറ്റവാളിയാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ കർത്താവിന് തെളിയിക്കണമായിരുന്നു തന്നിൽ പാപമില്ലെന്ന്. അത് തെളിയിച്ചെങ്കിലേ പാപമോചനത്തിനായുള്ള ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് സാധുത ഉണ്ടാവുള്ളൂ. അത് തെളിയിക്കാതെ ഞാൻ കുറ്റവാളിയാണ്, നീ പറഞ്ഞ പോലെ ഞാൻ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യേശുക്രിസ്തുവിന്റെ മരണത്തിന് യാതൊരു അർത്ഥവും ഇല്ലാതെയാകും. അവിടെ കർത്താവിന് തെളിയിക്കണം, എന്താ? ഞാൻ ഒരു തെറ്റ് ചെയ്തവനല്ല, എന്നിൽ തെറ്റില്ല, ഞാൻ പാപം അറിഞ്ഞിട്ടുള്ളവനല്ല എന്ന്. അതിനാണ് ഈ മഹാപുരോഹിതനോട് കർത്താവ് പറയുന്ന മറുപടി. ഒന്ന് ശ്രദ്ധിക്കുക. 3 പ്രധാനപ്പെട്ട കർത്താവ് പ്രസംഗിച്ച 3 പ്രധാനപ്പെട്ട വെനൂസ് സ്ഥലങ്ങൾ കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചു. കണ്ടോ? ഞാൻ ലോകത്തോടാണ് സംസാരിച്ചത്. 2, ഞാൻ പള്ളിയിലും പിന്നെ ദൈവാലയത്തിലും, യഹൂദന്മാർ കൂടി വരുന്ന ദൈവാലയത്തിലും. ഞാൻ ഇന്ന് രാത്രിയിൽ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഞാൻ പറയട്ടെ, യേശുക്രിസ്തു ഇത് പരസ്യയോഗങ്ങൾക്കൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യമായത്. യേശുക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങൾ ഈ ലോകത്തോടാണ്, സാർവത്രികമായി സകല ലോകത്തോടുമുള്ള പ്രസംഗമാണ്. ഒരു രാജ്യത്തിന്റെ 4 അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല.
ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. അതൊരു നല്ല പ്രയോഗമാണ്. രണ്ടാമത് കർത്താവ് പറഞ്ഞത് സിനഗോഗിൽ ഞാൻ പ്രസംഗിച്ചു. അതാണ് പള്ളി എന്ന് പറയുന്നല്ലേ, പള്ളിയിൽ പ്രസംഗിച്ചു. 3, ദൈവാലയത്തിൽ ജനം കൂടി വരുന്നിടത്ത്. ഇനി നമുക്ക് ഈ പള്ളിയും ദൈവാലയവും തമ്മിൽ കണ്ടോ, ഇവിടെ 2 സ്ഥലങ്ങൾ. കർത്താവ് പ്രസംഗിച്ച, കർത്താവിന്റെ ഐഹിക ജീവകാലത്ത് കർത്താവ് പ്രസംഗിച്ച 2 സ്ഥലങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പള്ളികളിൽ അഥവാ യഹൂദന്മാരുടെ സിനഗോഗുകളിൽ, 2 ദൈവാലയത്തിൽ. നോക്കണം, ഈ 2 സ്ഥലത്തും യേശുക്രിസ്തു പ്രസംഗിച്ചപ്പോഴൊക്കെ ഉണ്ടായ പ്രതികരണം. അതിലൊന്ന് നമ്മൾ കണ്ടു, ഏതാ? സിനഗോഗിൽ പ്രസംഗിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണം. ഇനി രണ്ടാമത് ദൈവാലയത്തിൽ പ്രസംഗിച്ചപ്പോഴുണ്ടായ പ്രതികരണം എന്താണെന്ന് നോക്കാം. 8-ാം അധ്യായത്തിലേക്ക് വരിക. യോഹന്നാൻ 8-ാം അധ്യായത്തിന്റെ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 59-ാമത്തെ വചനം. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു, യേശുവോ മറഞ്ഞു ദൈവാലയം വിട്ടുപോയി. ലൂക്കോസ് സുവിശേഷത്തിലെ കാര്യം പോലെ ആ ലൂക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന സിനഗോഗിലെ, എന്നാൽ ഇവിടെ പറയുന്നത് ദൈവാലയത്തോട് ബന്ധപ്പെട്ടാണ്. നോക്കണം, ഈ അധ്യായം ആരംഭിക്കുമ്പോൾ, 8-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പറയുന്ന വചനം, 8-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ, എൻ്റെ ഈ ബൈബിളിനൊരു പ്രശ്നമുണ്ടത്, അധ്യായവും വാക്യമൊക്കെ എവിടാണെന്ന് കണ്ടെത്തുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിക്കുമോ? യേശുവോ ഒലിവുമലയിലേക്ക് പോയി. ആദ്യകാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്ന് ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ അവരെ ഇരുന്ന് എവിടെ ചെന്നു? ദൈവാലയത്തിലേക്ക് ചെന്നുള്ള ഉപദേശമായി. ഈ ഉപദേശം അതങ്ങോട്ട് കത്തിക്കയറി ഇങ്ങോട്ട് വരികയാണ്. അയ്യോ, നമുക്ക് 8-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ നമുക്കത് പഠിക്കുന്നതായിരിക്കും നല്ലതല്ലേ. പക്ഷെ ഈ വിഷയത്തോട് ചേർത്തൊന്ന് വെച്ച് നോക്കി. എന്താ, ഒരു വലിയ അഹങ്കാരത്തിൽ പറയാണ്, ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയോ? ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. അവരുടെ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളല്ല, പിശാച് എന്ന പിതാവിന്റെ മക്കളാണ്. ഇത്രയും ധൈര്യം ഭാഷക്കുണ്ടോ? നമുക്കുണ്ടോ? അവരെറിയാൻ കല്ലെടുത്തതിന് വല്ല കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. വേറെ 2 അവകാശവാദങ്ങൾ ഈ അധ്യായത്തിൽ നടത്തുന്നുണ്ട്. ഞാനിപ്പോ അഡ്വാൻസ് എന്ന് പറയാം. ഒന്ന്, ഞങ്ങൾ ഇതുവരെയും ആരുടെ അടിമകളായിരുന്നിട്ടില്ല. എന്റെ തമ്പുരാന്, ഭൂലോകകള്ളം. നമ്മുടെ ഈ ചർച്ചയിലൊക്കെ കേൾക്കുന്ന പോലെ പച്ച നുണ. ഇവരെത്ര പേരുടെ അടിമകളായിരുന്നിട്ടുണ്ട് യഹൂദന്മാരെ. ഇപ്പോഴും കർത്താവിനോട് ഈ പറയുമ്പോൾ അവർ അടിമയാണോ അല്ലയോ? നിങ്ങൾ പറ. അപ്പോഴും ഞങ്ങൾ ഇതുവരെ ആരുടെ അടിമകളായിരുന്നിട്ടില്ലെന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾ പാപത്തിന്റെ അടിമകളാണ്. 2, അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു അപ്പനുണ്ട്, ഒരു പിതാവുണ്ട്. അതാരാന്നറിയാമോ? അബ്രഹാം. കർത്താവ് പറഞ്ഞു, അല്ല, നിങ്ങളുടെ അപ്പൻ പിശാചാണ്. പിശാച് എന്ന പിതാവിന്റെ സന്തതിയാ നിങ്ങൾ. ഇത് കേട്ടപ്പോൾ അവർ എന്ത് ചെയ്തു? നമ്മൾ വായിച്ച ഭാഗം 59-ാം വചനം എന്താ? അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. യേശുവോ മറഞ്ഞ് ദൈവാലയം വിട്ടുപോയി. കണ്ടോ? അവിടെ ലൂക്കോസ് 4-ലെ വായനയുണ്ട്, യേശു മറഞ്ഞു വിട്ടുപോയി. കാരണം കല്ലേറുകൊണ്ടല്ല യേശു മരിക്കേണ്ടത്, കുരിശിലാണ് യേശു മരിക്കേണ്ടത്. തലകീഴായി യേശുക്രിസ്തുവിനെ തള്ളിയിട്ടിട്ടല്ല യേശു മരിക്കേണ്ടത്, കുരിശിലാണ് യേശു മരിക്കേണ്ടത്. കല്ലേറുകൊണ്ടല്ല യേശു മരിക്കേണ്ടത്,
കുരിശിലാണ് യേശു മരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ എന്ത് സാധിക്കൂ? പാപമോചനം സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതേ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 39-ാം വചനം കൂടെ നോക്കാം. 39. അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി, അവനോ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ദൈവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന ഉപദേശിക്കുന്ന കർത്താവിനെ പിടിക്കാൻ അവർ നോക്കി. കർത്താവ് അവരുടെ പിടിക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ കർത്താവ് അവരെ വിട്ടുപോയി. നോക്കണം, ഇവിടെ എല്ലാം കർത്താവ് വ്യക്തമാക്കുന്ന ഒരു പ്രധാന കാര്യം തൻ്റെ ശുശ്രൂഷയുടെ 2 മേഖലകളാണ്. 3 മേഖലയുണ്ട്. ലോകത്തോട് പരസ്യമായി സംസാരിച്ചു. അത് ഇക്കാലത്ത് ജീവിക്കുന്ന നമ്മൾ പറയണം, എൻ്റെ കർത്താവ് പ്രസംഗിച്ചിട്ടുള്ളത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് നിനക്ക് വേണ്ടിയാണ്. ലോകത്തോട് പരസ്യമായിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. 2, സിനഗോഗിൽ കർത്താവ് പ്രസംഗിച്ചു. ദൈവാലയത്തിൽ കർത്താവ് പ്രസംഗിച്ചു. ഈ 2 മേഖലകളിൽ പ്രസംഗിച്ചിട്ടും കർത്താവ് ചോദിക്കുകയാണ്, 18-ാം അധ്യായത്തിൽ കർത്താവ് ചോദിക്കുകയാണ്, മഹാപുരോഹിതനോട് ചോദിക്കുക, ഇങ്ങനെ പരസ്യമായി സംസാരിച്ചിട്ടുള്ളവനാ ഞാൻ രഹസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ രഹസ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ശുശ്രൂഷകളെല്ലാം പരസ്യമായിട്ടാണ്. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുക? എന്റെ പ്രസംഗം കേട്ടവരോട് നീ എന്ത് ചെയ്യാനാ പറഞ്ഞേ? നീ ചോദിക്കാനാ പറഞ്ഞത്. അതെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങളായിക്കോട്ടെ ഉപദേശങ്ങളായിട്ട് നടന്നിട്ടുള്ളത് 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ പ്രസംഗങ്ങൾ ഏറെ നടന്നത് യെരൂശലേം ദൈവാലയത്തോട് ബന്ധപ്പെട്ടാണ്. ഇനി നമ്മൾക്ക് ഈ അധ്യായത്തിലെ 7-ാമത്തെ ചോദ്യം, അത് ഉൾക്കൊള്ളുന്ന ഭാഗമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. തുടങ്ങി വെക്കാം. ആ ചോദ്യങ്ങൾ നമ്മൾക്ക് ഇന്ന് ഒന്ന് നോക്കാം. നമ്മൾ ഈ ഭാഗമൊക്കെ വായിച്ചിട്ടുള്ളവരാണ്. 60 മുതൽ 67 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ 60 മുതൽ 6-ാം അധ്യായം 60 മുതൽ 67 വരെയുള്ള വാക്യം. ഇത് 7-ാമത്തെ ചോദ്യമാണ്. എന്നാൽ ഞാൻ ആദ്യം ഒരു ഔട്ട്ലൈൻ, ഒരു ബാഹ്യരേഖ തരാൻ ആഗ്രഹിക്കുക. ഇവിടെ ഒരു ചോദ്യമല്ല കേട്ടോ. ഈ 67 വരെയുള്ള 60 മുതൽ 67 വരെയുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമല്ല. 7-ാമത്തെ ചോദ്യമെന്ന് നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാമെങ്കിലും ഒരു ചോദ്യമല്ല. പ്രസക്തമായ കുറഞ്ഞ പക്ഷം 7 ചോദ്യങ്ങൾ ഈ 60 മുതൽ 67 വരെയുള്ള വചനങ്ങളിലുണ്ട്. 8 വാക്യങ്ങളുണ്ട് അല്ലെ? ആ വചനങ്ങളിൽ ഈ ഭാഗത്ത് ചുരുങ്ങിയത് 7 ചോദ്യങ്ങളും അവയുടെ മറുപടികളും കാണാൻ കഴിയും. അതിലൊന്ന് 60-ാമത്തെ വചനത്തിലാണ്. പെട്ടെന്ന് നോക്കിപ്പോ. അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. കണ്ടോ? 1-ാമത്തെ ചോദ്യം. ഇവൻ എന്താ ഈ പറയുന്നത്? ഞാൻ ഇവനെന്നെ കർത്താവിനെ വിളിക്കുമ്പോൾ എനിക്ക് വലിയ ശങ്കയുണ്ട് കേട്ടോ. പക്ഷെ അവര് പറയുന്ന അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവനെന്താ ഈ പറയുന്നേ? എന്തായി പറയുന്നത്? ഇത് കഠിനവാക്ക്. ഇനിയും നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഇത് ആര് പറയുന്ന? പൊതുജനം പറയുന്നതല്ല, പൊതുജനം ചോദിക്കുന്നതല്ല. കണ്ടോ? ആര് ചോദിക്കുന്ന? ശിഷ്യന്മാർ.
ശിഷ്യന്മാര് ചോദിക്കുന്നത്. ഈ പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കങ്ങ് സഹിക്കാം. ഇതാരാ? യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എന്ന് പറയുന്നവർ പറയുന്ന വചനമാണ്. ഇത് ആർക്ക് കേൾക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നാടൻ ഭാഷ എന്തോ? സഹോദര, എന്താ എന്റെ നാടൻ ശൈലി എന്തോ? ഇന്ന് ആർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതിന്റെ നാടൻ ശൈലി എന്താ? അതിന്റെ നാടൻ ശൈലി ഇത്രയേ ഉള്ളൂ. സഹിക്കാൻ പറ്റാത്തവർക്ക് സഹിക്കാൻ പറ്റാതെ, അതാണ് എന്റെ ശരി. യേശുക്രിസ്തുവിന്റെ മാംസം തിന്നണമെന്ന്, യേശുക്രിസ്തുവിന്റെ രക്തം കുടിക്കണമെന്ന് ഇത് കേട്ടു നിൽക്കാൻ ആർക്കാ കഴിയുന്നത്? ഇത് കഠിനവാക്ക്. ആ കോണ്ടെക്സ്റ്റ് മനസ്സിലായെങ്കിലേ അറിയത്തുള്ളൂ. ചിലപ്പോ നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറഞ്ഞ പുള്ളികളാണോ? ഇന്നത്തെ കാലത്താണ് ഫേസ്ബുക്കിൽ എഴുതിയത് ഉണ്ടാവും. ഇത് കേട്ടു നിൽക്കാൻ എങ്ങനെ കഴിയും? സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ചോദ്യം. ഇതിന് ഞാൻ ഒരു പേര് കൊടുക്കുകയാണ്, നാച്ചുറൽ ക്വസ്റ്റ്യൻ. സ്വാഭാവികമായ സംശയമാണ്. രണ്ടാമത്, ഇവര് വിചാരിച്ച് അവരുടെ മനസ്സിൽ ഇങ്ങനെ പറയാണല്ലോ, ഹൃദയത്തിൽ പറയും, തമ്പുരാൻ ഇതൊന്നും അറിയുന്നില്ലെന്ന അവരുടെ വിചാരം. അപ്പോ ഇവര് മനസ്സിൽ ചിന്തിച്ചതും ഉടനെ കർത്താവ് 61 വാക്യം ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞു. അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? He knew himself. തന്നിൽ തന്നെ അറിഞ്ഞു. ഇതൊരു പ്രധാന വചനമാകട്ടോ. തന്നിൽ തന്നെ അറിഞ്ഞു. നാം ദൂരത്തു നിന്ന് നമ്മുടെ കർത്താവിനും നമ്മുടെ കർത്താവിന്റെ വചനത്തിനും, അല്ല വേറെ എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ പിറുപിറുക്കുന്നതും നമ്മൾ സംശയിക്കുന്നതും നമ്മുടെ കർത്താവ് അറിയുന്നവനാണ്. എന്റെ കർത്താവ് ഇവരോട് ചോദിച്ച ഒരു ചോദ്യം നോക്കുക. ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നു. അർത്ഥമുണ്ട് കേട്ടോ. നമുക്ക് ദൈവം വെച്ചാൽ ഞാൻ വിശദീകരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നു. ഇവിടെ തട്ടിയാണ് പലരും വീഴുന്നത്. സത്യം പറയുമ്പോൾ ഇടർച്ചക്കല്ലിൽ തട്ടി വീഴും. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുക. അവിടെ 62 വാക്യം, അതും കർത്താവ് തന്നെ ചോദിക്കുന്നു, അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്. 62. മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറി പോകുന്നു നിങ്ങൾ കണ്ടാലോ? ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇല്ലേ പെട്ടെന്ന് മനസ്സിലാവൂ? ഇത് ഈ കോണ്ടെക്സ്റ്റുമായിട്ട് ഒരു ബന്ധമുള്ളതായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നുകയില്ല. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന സഹോദരന്മാർക്ക് എളുപ്പം ഒരു പക്ഷെങ്കിൽ ആ സന്ദർഭം മനസ്സിലാവുകയായിരിക്കും. കർത്താവ് ചോദിക്കുക, ഞാന് വന്നിടത്തോട്ട് തന്നെ തിരിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ഇവർക്ക് സംശയം എന്തായിരുന്നു? ഷൈജൻ ബ്രദറെ, ഇവർക്ക് സംശയം എന്തായിരുന്നു? എന്താ? കർത്താവ് പറഞ്ഞ് ഞാന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. യോസഫിന്റെ പുത്രനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അവരുടെ പ്രശ്നം എവിടാ കിടക്കുന്നതെന്നറിയോ? എവിടാ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നുള്ളതാ പ്രശ്നം. അപ്പൊ കർത്താവ് പറയാ, ഞാൻ അങ്ങോട്ട് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാൽ വിശ്വസിക്കാമോ? ഞാൻ അവിടെ നിന്ന് വന്നവനാണെന്ന്. മനസ്സിലായോ? കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? വചനം വായിക്കുമ്പോൾ കൃത്യം നമ്മൾ ഇതെല്ലാം ഗ്രഹിച്ചിരിക്കണം. അത് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം വലിയ പ്രശ്നമാണ്. അത് നമ്മൾക്ക് വിശദീകരിക്കുമ്പോഴേ കൂടുതൽ ശരിയാകത്തുള്ളൂ. 67 വാക്യം.
ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്ക് പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. പോടോ, നിങ്ങൾക്ക് പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ? മനസ്സുണ്ടോ എന്നുള്ള പദം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കല്യാണത്തിന് ഒരു പെങ്കൊച്ചിനെയും ഒരു പയ്യനെയും നിർത്തിയിട്ട്, യുവാവിനെയും യുവതിയും നിർത്തിയിട്ട് രണ്ടുപേരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ, നിനക്ക് മനസ്സുണ്ടോ എന്ന്? എന്റെ പുറകെ മനസ്സുണ്ടോ, അതോ പോകാനാണോ നിങ്ങളുടെ താല്പര്യം? പറ, തുറന്നു പറ, മനസ്സുണ്ടോ? ഇതാണ് നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം 68-ാമത്തെ വാക്യമാണ്. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഒരു യഥാർത്ഥ ദൈവത്തിന്റെ ചോദ്യമായത്. ഇത് താൻ കർത്താവിനോട് ചോദിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ചോദ്യമാണ്. കർത്താവേ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്? അഞ്ചാമത്തെ ചോദ്യം. ഞാൻ 7 പറഞ്ഞത് തെറ്റാണ്, ഞാൻ നമ്പർ ഇട്ടിൽ വന്ന വശമാണ്. 6-ാമത്തെ ചോദ്യം നോക്കുക, 70-ാമത്തെ വചനം. 70-ാമത്തെ. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങൾ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 7-ാമത്തെ ചോദ്യം ഇതാണ്, ഞാൻ 12 പേരെ തിരഞ്ഞെടുത്തില്ലയോ? ഒരുത്തൻ പിശാചാണ്. ഈ ഭാഗത്ത് ഈ വചനങ്ങളെല്ലാം കൂടെ ചേർത്ത് 60 മുതൽ 67 വരെയുള്ള വചനങ്ങളിൽ ഒരു വലിയ വേർതിരിവ് ഇവിടെ ഉണ്ടാവുകയാണ്. ഒരു വലിയ വേർതിരിവ്. ഇടയൻ കോലാടിനെയും ചെമ്മരിയാടിനെയും തമ്മിൽ വേർതിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു വലിയ വേർപാട്, ഒരു വലിയ വേർതിരിവ് ഉണ്ടാകുകയാണ്. ആ വേർതിരിവിന് നമ്മളൊരു വചനം കൊടുത്താൽ, ഒരു ശീർഷകം കൊടുത്താൽ, ഒരു ടൈറ്റിൽ കൊടുത്താൽ, ശിഷ്യനും യഥാർത്ഥ ശിഷ്യനും. കേട്ടോ? ശിഷ്യനുണ്ട്, യേശുക്രിസ്തുവിന്റെ ശിഷ്യനുണ്ട്, പിന്നെ യഥാർത്ഥ ശിഷ്യനുണ്ട്. ഇതിന് ഞാനൊരു ഉദാഹരണം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. 8-ാം അധ്യായത്തിലേക്ക് വരിക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വചനം നോക്ക്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അല്ല, ആ വാക്യമല്ല. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. റെഫറൻസ് 31 കണ്ടോ? ഇതാണ് അതിന്റെ ആപ്റ്റായിട്ടുള്ള വചനം. കണ്ടോ? ശിഷ്യന്മാരും ഉണ്ട്, പിന്നെ ശിഷ്യന്മാരും ഉണ്ട്. ഈ വ്യത്യാസം പല വിശ്വാസ സമൂഹങ്ങൾ പോലും, നാമധേയ സമൂഹങ്ങളല്ല, വിശ്വാസ സമൂഹങ്ങൾ പോലും പലരും ഗ്രഹിക്കാത്ത ഒരു സത്യമാണിത്. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഈ 8-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ ഈ ശിഷ്യത്വത്തെ സംബന്ധിച്ച് കുറെ കൂടെ വ്യാപകമായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാം. ഇവിടെ ഈ 31-ാം വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ പദപ്രയോഗം ഞാനൊന്ന് വേർതിരിച്ചിട്ട് മടങ്ങി വരാം. ആ വാക്യം നോക്കി. എന്താ? തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്. വിശ്വസിച്ചവരാണിവർ. ഇവരാരാ? തന്നിൽ വിശ്വസിച്ചവരാണ്. ഒരാൾ രക്ഷിക്കപ്പെടാൻ ചെയ്യേണ്ടത് എന്താ? വിശ്വസിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ്. കർത്താവിൽ വിശ്വസിച്ചവരാണ്. പക്ഷേ ഇവരാരല്ല? ശിഷ്യന്മാരല്ല.
ഈ ശിഷ്യന്മാരൊന്ന് മാത്രമല്ല, പിന്നെ സാക്ഷാൽ അഥവാ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാർ. അപ്പോൾ ശിഷ്യന്മാരുമുണ്ട്, പിന്നെ വാസ്തവമായ ശിഷ്യന്മാരുമുണ്ട്. ആ 31-ാം വചനം ഇംഗ്ലീഷിലൊന്ന് നോക്കാമോ? Then said Jesus to those Jews which believed on him, if ye continue in my word, then are you my disciples indeed. ഇത് കിങ് ജെയിംസ് വേർഷൻ ആണ്. ഈ ട്രൂ ഡിസൈപ്പിൾസ് എന്നാണ്. ഡിസൈപ്പിൾസ്, ട്രൂലി ഡിസൈപ്പിൾസ്, വാസ്തവമായി എൻ്റെ ശിഷ്യൻ. അപ്പോ ശിഷ്യന്മാരുമുണ്ട്, പിന്നെ വാസ്തവമായ ശിഷ്യന്മാരുമുണ്ട്. ഞാൻ ഇതിന് ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. വില്യം മക്ഡൊണാൾഡ് എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ്. അതൊരു പക്ഷെങ്കിൽ നമ്മുടെ ചില സഹോദരന്മാരുടെ കൈ കാണും. അതിൻ്റെ മലയാള വിവർത്തനം ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറഞ്ഞ് മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ആ പുസ്തകത്തിൻ്റെ ടൈറ്റില് ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്നാണ്. കിട്ടുന്നവർ വാങ്ങി വായിക്കണം. ഞാൻ പറയട്ടെ, നമ്മൾ ഈ കൈകൊട്ടി പാട്ടും വെള്ളത്തിൽ മുങ്ങി ശാസ്ത്രവും പിന്നെ കുറെ ബഹളവും ഭാഗ്യമായ പ്രകടനവും ഇതൊക്കെ കാണിക്കുന്നവരല്ല ശിഷ്യന്മാർ. ശിഷ്യന്മാർ എന്ന് പറയുന്നത്, സ്തോത്രം, യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് വന്നവർ. ഇത് തമ്മിലുള്ള വ്യത്യാസം. You really are my disciples. അതേത് വർഷമുള്ള CSB. കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരാകും. നമുക്ക് മടങ്ങി വരാം. യോഹന്നാൻ 6-ാം അധ്യായത്തിന്റെ 60-ാമത്തെ വാക്യം മുതൽ 67-ാം വാക്യം. ഈ വ്യത്യാസമാണ് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഞാനത് ഒരു ആമുഖം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ക്ലാസ് അവസാനിപ്പിക്കാനുള്ള ടൈം ആയതുകൊണ്ട് ഇവിടെയാണ്. മാത്രമല്ല, ഒരു പുതിയ വിഷയം എടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതുകൊണ്ടൊരു അതിൻ്റെ യഥാർത്ഥ ആസ്വാദനം ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അത് പറഞ്ഞു പോകാം. ഞാൻ പറയട്ടെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ ക്ലാസ്സിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? 15 ഡിവൈസസ് ആണ് എന്നെനിക്ക് തോന്നുന്നു, അല്ലേ? 15 ഡിവൈസസ് മൊത്തമുള്ളു. ഞാൻ കുറച്ചുപേരെ ഉള്ളെങ്കിലും ഞാൻ സത്യമായിട്ടും പറയട്ടെ, യേശു ക്രിസ്തു പറയുന്ന ഉപദേശങ്ങൾ, ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ ഉപരിതലത്തിൽ നിന്ന് ഗ്രഹിച്ചിട്ട് അതിനൊരു അക്ഷരീയ വ്യാഖ്യാനം നൽകി അത് ഉൾക്കൊള്ളുന്നവരെ അല്ല കർത്താവിന് ആവശ്യം. അവരല്ല കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യന്മാർ. കർത്താവ് പറഞ്ഞ വചനത്തിന്റെ ആത്മീയ അർത്ഥങ്ങളുടെ ആഴം ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനിയെയാണ്, ശിഷ്യന്മാരെയാണ് കർത്താവിന് വേണ്ടത്. കേട്ടോ? ഇതാ ഇതിന്റെ സാര സംഗ്രഹം ഇത്രയോ. ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ അക്ഷരീയ അർത്ഥം, അത് ഞാൻ ഗ്രഹിക്കാം, അതെനിക്കിഷ്ടം. പക്ഷേ സ്പിരിച്വൽ ഇന്റർപ്രിട്ടേഷൻ, ആത്മീയ വ്യാഖ്യാനം വരുമ്പോൾ അവിടെ കൈ ഇങ്ങനെ കാണിക്കും. വേണ്ട, സ്റ്റോപ്പ്. അവരെ കർത്താവായ യേശു ക്രിസ്തു ഒരു പരിധിവരെ ശിഷ്യന്മാർ എന്ന് പറയും, പക്ഷേ യഥാർത്ഥ ശിഷ്യന്മാർ അല്ല. വരെ തിരിച്ചറിയുന്ന എങ്ങനെയാണെന്നറിയാമോ? ഇത് ഈ വേർതിരിവ് മനസ്സിലാകാതെ വരുമ്പോൾ 70 ശിഷ്യന്മാരെ അവരെന്ത് ചെയ്തു? പോയി. കഠിന വാക്ക് വിട്ടുപോയി.
മറ്റൊരു പറഞ്ഞു, എന്തവിടുന്ന് പറയുന്നു അതേ വിധത്തിൽ ഉൾക്കൊണ്ട് അങ്ങയോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കർത്താവ് പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയാം, ഈ ക്ലാസ്സിൽ സംബന്ധിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം, യേശു ക്രിസ്തുവിന്റെ മാർഗം ആളെ കൂട്ടുന്നതല്ല. കർത്താവിന് കുറെ ഏറെ ആളെയല്ല വേണ്ടത്. കർത്താവിന് വേണ്ടത് വാസ്തവമായ ശിഷ്യന്മാരെയാണ് കർത്താവിന്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ എത്രയോ വട്ടം വായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചു. പക്ഷേ നമ്മുടെ ഈ ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിച്ചത്, വായിക്കുന്നുണ്ട്, പക്ഷേ വായിക്കുന്നത് പലപ്പോഴും ഗ്രഹിക്കാത്തതുകൊണ്ട്. എന്നാൽ അവിടെ തന്നെ പറയുന്നുണ്ട്, ഒരുവൻ പൊരുൾ തിരിച്ച്, ഇന്ന് നമ്മൾ ഏകദേശം, ഞാൻ വലിയ പൊരുൾ തിരിച്ചിരുന്ന ആളാണെന്നും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കും. നമ്മൾ ഇന്ന് പൊരുൾ തിരിച്ച കാര്യം മനസ്സിലാക്കി യഥാർത്ഥ ശിഷ്യന്മാരായി കർത്താവിനെ സേവിക്കാൻ നമ്മൾ തയ്യാറാണ്. യഥാർത്ഥ ശിഷ്യനെ സമൂഹം വെറുക്കും. അതൊക്കെ ദൈവം എന്ന് വെച്ചാൽ ചിന്തിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുന്നവനാ എന്റെ കുരിശെടുത്ത് അനുഗമിക്കുകയല്ല, ക്രൂശെടുത്ത് അനുഗമിക്കുക. കേട്ടോ, ഇത് ഈ ഗ്രീക്ക് ഭാഷയോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാവും. പല ആളുകളും ഈ കുരിശും ക്രൂശും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് മനസ്സിലായിട്ടില്ല. കുരിശിനെ, യേശുവിനെ കൊല്ലാൻ ഉപയോഗിച്ച ഒരു വധശിക്ഷയ്ക്കുള്ള ആയുധമാണ്. ക്രൂശ് എന്ന് പറയുന്നത് അതൊരു അനുഭവമാണ്. കുരിശും ക്രൂശും രണ്ടും രണ്ടാണ്. യഥാർത്ഥ ക്രിസ്ത്യാനി ക്രൂശ് എടുക്കാൻ മനസ്സുള്ളവനാണ്, യഥാർത്ഥ ശിഷ്യൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തി ചിന്തിച്ച്, ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ് എന്ന് വിലയിരുത്തി നമ്മുടെ നിലപാടുകൾ ക്രമീകരിക്കുവാൻ ഈ വചന കേൾവിയും പഠനവും നമ്മൾക്ക് മുഖാന്തരമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.